കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ബിന്ദുവിന്റെ മകന് സർക്കാർ ജോലി നൽകാനും തീരുമാനമായി. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, നമ്മളെ ഏറെ വേദനിപ്പിച്ച സംഭവമായിരുന്നു. സർക്കാർ ആ കുടുംബത്തിന്റെ കൂടെ ഉണ്ടാകും എന്ന വലിയ ഉറപ്പ് ആദ്യ നിമിഷം മുതൽ തന്നെ നൽകിയിരുന്നു. ഇപ്പോൾ ആ കുടുംബത്തിന് ധനസഹായമായി 10 ലക്ഷം രൂപ അനുവദിക്കാനും മകന് സർക്കാർ ജോലി നൽകാനുമാണോ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്? തീർച്ചയായും മനു, ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിന്ദുവിന്റെ മരണത്തെ തുടർന്ന് കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും സർക്കാർ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ അർഹമായ രീതിയിലുള്ള ധനസഹായം നൽകും എന്നുള്ള കാര്യവും അന്ന് മന്ത്രിമാർ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം വിഷയം പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു പുറമെ ബിന്ദുവിന്റെ മകന് സർക്കാർ ജോലി നൽകാനും ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ നാഷണൽ സർവീസ് സ്കീം ബിന്ദുവിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12 ലക്ഷത്തിലധികം രൂപ അവർ സമാഹരിച്ചത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വീട് വെക്കുന്നതിന്റെ കരാറടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കൂടിയാണ് ഇപ്പോൾ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നതും അതോടൊപ്പം തന്നെ മകന് സർക്കാർ ജോലി കൂടി ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. മനു, ഷീജ, നമ്മളെ ഏറെ വേദനിപ്പിച്ച സംഭവമാണ്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് അവരോടൊപ്പം നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ്. ആ കുടുംബത്തിൽ ബിന്ദുവിന്റെ മകളുടെ ചികിത്സ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ ധനസഹായവും മകന് സർക്കാർ ജോലിയും അടക്കമുള്ള ഏറ്റവും മനുഷ്യത്വപരമായ തീരുമാനം കൂടി വന്നിരിക്കുന്നത്. ഷീജ, തീർച്ചയായും മനു, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തുടക്കം മുതൽ തന്നെ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ തുടക്കം മുതൽ തന്നെ സർക്കാരും നമ്മൾ മലയാളികൾ ഒന്നടങ്കം ആ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം തന്നെയാണ് ഉള്ളത്. അതിനൊപ്പം തന്നെ ആ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും അടിയന്തരമായി തന്നെ നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ അതുകൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മന്ത്രിമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് അതിന്റെ ഒരു തീരുമാനം മാത്രമാണ് വരാൻ ഉണ്ടായിരുന്നത്. അതാണ് ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ തീരുമാനം വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പ്രതിപക്ഷം ആ സർക്കാരിനെതിരെ ആ സംഭവത്തിന്റെ പേരിൽ വലിയ ആക്ഷേപങ്ങൾ ചൊരിയുമ്പോൾ, വലിയ കുറ്റപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ആ കുടുംബത്തിൽ ബിന്ദുവിന്റെ ഭർത്താവൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു: സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഞങ്ങളുടെ കൂടി സർക്കാരാണ്, ഞങ്ങളെ കൈവിടില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് എന്ന്. ആ കുടുംബത്തിന്റെ വിശ്വാസത്തെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നടപടിയായിട്ട് കൂടി വേണം നമുക്കിതിനെ കാണാൻ. തീർച്ചയായും ആ കുടുംബത്തിന്റെ പൂർണ്ണ സംരക്ഷണം അത് ഉറപ്പാക്കുന്ന ഒരു നടപടി തന്നെയാണ് മനു സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം തന്നെയാണ് ആ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുന്നതിലും സർക്കാർ ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്തിയിരുന്നില്ല. അതിപ്പോൾ ആ ദുരന്തം അപകടം ഉണ്ടായ ഘട്ടം മുതൽ ഇതുവരെയായ കുടുംബത്തിന്റെ ഓരോ ആവശ്യങ്ങൾക്കും സർക്കാർ ഒപ്പമുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് അവരുടെ ഒരു ഭാവി കൂടി സുരക്ഷിതമായ രീതിയിൽ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു 10 ലക്ഷം രൂപയുടെ ധനസഹായവും അതോടൊപ്പം തന്നെ മകന് സർക്കാർ ജോലി നൽകാനുള്ള തീരുമാനവും. ഇതിന് പുറമെയാണ് വീട് നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ NSS ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഏതായാലും ഈ കുടുംബത്തിനൊപ്പം തന്നെയാണ് സർക്കാർ എന്ന് വ്യക്തമാക്കുന്ന തീരുമാനം തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. മനു.